ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൂൾ ബുക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 3 ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ഇതിൽ ഈ പിക്ചറിൽ ധാരാളം ബേർഡ്സിനെ കാണുന്നുണ്ട്. ഓക്കെ, ധാരാളം ബേർഡ്സ് കാണുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ചാപ്റ്റർ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വായിക്കുക കേട്ടോ. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഹരിതഗിരി എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഗ്രാമമാണ്. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ആ ഗ്രാമത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഹരിതഗിരി എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഗ്രാമമാണ്. അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. അതാണ് ഹരിതഗിരിയുടെ റിവർ നദി. There are tall trees on both sides of the river. ആ നദിക്ക് ഇരുവശത്തായിട്ട് ധാരാളം മരങ്ങളുണ്ട്. അപ്പോൾ ഹരിതഗിരി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമുണ്ട്. അവിടെ നദിയുണ്ട്. പിന്നെ ആ നദീൻ്റെ രണ്ട് വശത്തായിട്ട് ധാരാളം മരങ്ങളും കാണപ്പെടുന്നു. ഓക്കെ, നല്ലൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിനെ പറ്റിയാണ് വിവരിച്ചത്. ഇനി ആ ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ടുവേർഡ്സ് സമ്മർ ഒരു വേനൽക്കാലത്ത് ദ ട്രീസ് ബെയർ കളർഫുൾ ഫ്ലവേഴ്സ്. അവിടെയുള്ള മരങ്ങളില്ലേ, അത് ധാരാളം പൂക്കളുണ്ടാക്കും. The wind carries the fragrance of flowers across the village. അപ്പം ധാരാളം പൂക്കളുണ്ടാകുമ്പോൾ, അപ്പോൾ കാറ്റടിക്കുമ്പോൾ പൂക്കളിൽ നിന്നൊക്കെ ഉള്ള സ്മെല്ല്, അതിൻ്റെ മണം ആ ഗ്രാമത്തിലാകെ പരക്കും. ഓക്കെ, കാറ്റടിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഗ്രാമത്തിലാകെ പരക്കും. എവ്രി സമ്മർ, എല്ലാ വേനൽക്കാലത്തും ദ പീപ്പിൾ ഹരിതഗിരി സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ. ഹരിതഗിരി ഗ്രാമക്കാർ ഒരു കാര്യം ആഘോഷിക്കാറുണ്ട്. എന്താണ് ആഘോഷിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. അത് പക്ഷികളുടെ ഫെസ്റ്റിവലാണ്. അതായത് ബേർഡ്സ് ഫെസ്റ്റിവൽ, പക്ഷികളുടെ ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് സമ്മർ ആകുമ്പോൾ ബേർഡ് ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പേജ്. ആ ബേർഡ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ധാരാളം ബേർഡ്സ് ആ ഗ്രാമത്തിലേക്ക് വരും. എന്നിട്ട് അപ്പോൾ വില്ലേജേഴ്സ് അതിനെല്ലാം തയ്യാറെടുപ്പ് നടത്തും. The people of ഹരിതഗിരി treat birds as their guests. അപ്പോൾ ഹരിതഗിരി ഗ്രാമത്തിലെ ജനങ്ങൾ എന്താ ചെയ്യുക? ഈ ബേർഡ്സിനെ അവരുടെ ഗസ്റ്റ്, അതായത് അതിഥിയായിട്ട് സ്വീകരിക്കും. When the birds arrive, പക്ഷികൾ വന്നാൽ the festival begins. ഫെസ്റ്റിവൽ തുടങ്ങും. പക്ഷികൾ വരുമ്പോൾ ആ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. The people keep the village. അപ്പം അവിടെയുള്ള ജനങ്ങൾ ആ വില്ലേജ് സംരക്ഷിക്കും. ഫ്രീ ഫ്രം ലൗഡ് സൗണ്ട്സ്. ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ അവിടെ നിന്ന് ഫ്രീ ആയിരിക്കും. ഈ പക്ഷികൾ വരുമ്പോൾ അവിടെ സൗണ്ട് ഉണ്ടാവില്ല. നോ ക്രാക്കേഴ്സ്, നോ ബെൽസ്, നോ ഡ്രം ബീറ്റ്സ്. ആ സമയത്ത് ബെല്ലോ ചെണ്ടയുടെ ശബ്ദമോ ഒന്നും ഉണ്ടാകില്ല. എന്തിന്? They don't even blow the horns of vehicles. ആ സമയത്ത് വണ്ടിയുടെ ഹോണ് പോലും അടിക്കാറില്ല. ഓക്കെ, അപ്പം അത്രക്കും അവർ കരുതിയിട്ടാണ് ബേർഡ്സിനെ സ്വീകരിക്കുന്നത്. ആ സമയത്ത് അവർ ഹോണൊന്നും അടിക്കാറില്ല. അത്രക്കും സൈലൻ്റ് ആയിട്ടായിരിക്കും ആ ഗ്രാമം അപ്പോൾ ഉണ്ടാവുക. ഇനി ബേർഡ്സിനെ വരവേൽക്കാൻ അവർ ഗ്രാമക്കാർ ഭയങ്കരമായിട്ട് ഒരുങ്ങുന്നുണ്ട്. അവർ സമ്മറിൽ നേരത്തെ എത്തിയെന്ന് പറയുകയാണ് ഇപ്രാവശ്യം. അങ്ങനെ അവർ റെഡിയാവുകയാണ്. ഓക്കെ,
അവിടെ കുറേ തോരണങ്ങളൊക്കെ തൂക്കുന്നുണ്ട് മരത്തിന്മേൽ, കണ്ടില്ലേ. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്, ഫെസ്റ്റിവലിൻ്റെ സീസൺ വന്നപ്പോൾ ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസസ്, ആ ഗ്രാമീണർ അവരുടെ വീടുകൾ അലങ്കരിക്കാൻ തുടങ്ങി. ടിങ്കിൾ ടൈഡ് ഫെസ്റ്റൂൺസ്, ടിങ്കിൾ തോരണങ്ങൾ തൂക്കി. ഓൺ ദ ട്രീ നിയർ ഹിസ് ഹൗസ്,